ചേച്ചി നല്ല രസമുള്ള മൂവില്ലേ? ആടി ഞാൻ പറയാൻ നിൽക്കുമായിരുന്നു. നല്ല രസമുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇല്ലേ, ഓലൊക്കെ തിയേറ്ററിൽ പോയി കണ്ടുക്കണോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ പ്ലാണ്. തിയേറ്ററിൽ പോയി കണ്ടുക്കണോ? നമുക്കും പോകണല്ലേ ചേച്ചി? നമ്മളിതുവരെ തിയേറ്ററിൽ കയറിയിട്ടില്ലല്ലോ. അതന്നെടി ഓൾ എന്നിട്ട് പറയണേ ഞങ്ങൾ പോപ്കോൺ ഇതൊക്കെ മേടിച്ച് തന്നൂന്ന്. നല്ല രസക്കാറില്ലേ ചേച്ചി? ആടി നല്ല രസം ഉണ്ടാവും. അത് വലിയ സ്ക്രീനിലല്ലേ കാരം. എന്നിട്ട് നമ്മൾ പോപ്കോണൊക്കെ തിന്നിട്ട് കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും. നമുക്ക് അമ്മയോട് പറഞ്ഞിട്ട് ഒരു ദിവസം പോവാം. നടന്നത് തന്നെ അമ്മ സമ്മതിച്ചാലല്ലേ. അമ്മയെ കൊണ്ട് നമുക്ക് സമ്മതിപ്പിക്കാം. അതൊന്നും നടക്കൂല മോളെ. അമ്മ എന്തായാലും സമ്മതിക്കൂല. അമ്മ എപ്പോഴും പഠിക്കാന്ന് പറയും. നമുക്ക് അച്ഛനോട് പറയാം. അത് നല്ല ഐഡിയ ആണല്ലോ. അച്ഛനാവുമ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാം കേൾക്കും. ചേച്ചി എന്നാ നമുക്ക് അച്ഛൻ വന്നിട്ട് ഇങ്ങനെ പറയാം കേട്ടോ. നമുക്ക് വേഗം പറയാം, അമ്മ കാണാതെ. നമുക്കിപ്പോൾ ഈ മൂവിയാണ്. അതെന്നെ എളുപ്പം നടക്കുക. ഹലോ, എന്താ ചന്ദ്രികേ, എന്തിനാ വിളിച്ചേ? ആണോ? അതിന് ടീമായില്ലേ? ഞാൻ ഓർത്തില്ല. ഇന്നാണോ? ഇന്ന് എത്ര മണിക്കാ ചന്ദ്രികേ? ഉച്ചയ്ക്ക് ശേഷമാണോ? എന്നാ നിങ്ങൾ പോകുമ്പോൾ വിളിക്ക്. ഞാനും തമ്പുരും അങ്ങോട്ട് വരാം. നീ റെഡി ആയിട്ട് വിളിക്ക്, അപ്പം ഞാൻ വരാം. ഓക്കെ ചേച്ചി. അമ്മേ, ഇങ്ങോട്ട് പോകുന്ന കാര്യം പറയണേ. അമ്മ എന്നെ കൊണ്ടാവാതെ എങ്ങോട്ടാ പോണേ? നിങ്ങൾ രണ്ടാളും കൂടി എങ്ങോട്ടാ അമ്മേ? വല്ല പാർക്കിലേക്ക് മറ്റെങ്ങോട്ടേലും ആണോ? എന്നെ കൊണ്ടുപോകാതെ രണ്ടാളും ഇവിടുന്ന് പോവില്ല. അതിന് ഹോസ്പിറ്റലിലേക്കാണ് പോണത്. എന്തിനാ അമ്മ ഹോസ്പിറ്റലിൽ പോകുന്നേ? ആർക്കാ രോഗം? അതോ ചിഞ്ചുവിന്റെ അമ്മയെ വിളിച്ചത്. അവൾക്ക് നിനക്ക് ഒരു പ്രായമല്ലേ, 10ാം വയസ്സിലെ സൂചി ഉണ്ട്, അത് വെക്കാൻ പോവാ. വാക്സിനേഷൻ ആണോ? അതെ, അത് ആശുപത്രിയിലാ. സ്കൂളിലെല്ലാം ഉണ്ടായിരുന്നു, അത് ആശുപത്രിക്ക് മാറ്റി. അപ്പം എന്തായാലും തമ്പുരുവിനെ ഒരു കൊത്ത് പ്രതീക്ഷിക്കാം. അമ്മേ, ഞാൻ വരുന്നില്ല. എന്ത് പറഞ്ഞാലും പറ്റൂല, പോയേ പറ്റൂ. അവളും വരുന്നില്ലേ? നീ ഒറ്റക്കൊന്നല്ലല്ലോ, അവളും കൂടി ഇല്ലേ? അമ്മേ, എനിക്ക് സൂചി പേടിയാ. അയ്യേ സൂചി പേടിയോ? എനിക്കൊന്നും പേടിയില്ല. അതെന്നെ കുത്തുമ്പോ ഞാൻ കാണലുണ്ട്. നീ എന്നെ കുത്തുമ്പോ കണ്ടുക്കണോ? ഞാനൊക്കെ ചിരിച്ചിരിക്കാ കാരണം. നടന്നേനെ. പിന്നെ തമ്പുരു, നമുക്ക് ഒരു ഉച്ച കഴിഞ്ഞിട്ട് പോകണം കേട്ടോ, ഫുഡ് കഴിച്ചിട്ട്. നമ്മളോട് സ്കൂളിന്റെ അടുത്ത് ചെല്ലാനാ പറഞ്ഞത്. അവളും അവളുടെ അമ്മയും അവിടെ ഉണ്ടാവും. ഞാൻ വരുന്നില്ല അമ്മേ. എന്തായാലും പോയേ പറ്റൂ. നീ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതെല്ലാവർക്കും വെക്കുന്ന സൂചി തന്നെ അല്ല, നമുക്ക് മാത്രമായിട്ടൊന്നുമല്ലല്ലോ. എല്ലാവർക്കും വേദനിക്കും, അതൊക്കെ സഹിക്കണം. എന്തോന്നടി? അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല. നിന്റെ നിലവും കാലം നോക്കിയിട്ടല്ലോ ഓല് വരിക. ഓൾക്ക് ടൈം ആകുമ്പോഴാണ് വരിക. ഇനിയിപ്പോൾ വെച്ചിട്ടില്ലെങ്കിൽ ഇനി അടുത്ത കൊല്ലേക്കാരോ. അപ്പൊന്നും നിന്റെ കൂടെ ചിഞ്ചു ഉണ്ടാവില്ല. ഇപ്പൊ വെക്കുകയാണെങ്കിൽ നിനക്ക് അവളൊരു കൂട്ടായിരിക്കും. അല്ലെങ്കിൽ നീ ഒറ്റക്ക് വെക്കേണ്ടി വരും. എന്നാ പോരാ. അപ്പൊ എന്തായാലും അവള് കരയിലൊന്ന് കാണാം. അതിന് നിന്നെ കൊണ്ടുപോകുന്നില്ലല്ലോ. ഞാനും പോരും, എനിക്കും കാണണം. അതങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ? അവള് കരയണത് കാണാന്, അല്ലാതെ ഇപ്പൊ എന്തിനാ? എന്നാലേ അതിപ്പോ എന്റെ മോള് കാണണ്ട. അമ്മേ, ഞാനും പോരും. ഇനിയിപ്പോ നിനക്ക് തുടങ്ങേണ്ടി വരൂലേ? ഒരാൾക്ക് കഴിയുമ്പോ ഒരാള്. ഇവരെ കൊണ്ട് ഞാൻ തോറ്റു. കൊണ്ടാവാ. ഇനി അതിന് മുഖം വീർപ്പിച്ചിരിക്കണ്ട. ഹായ്, കൊണ്ടുപോവാ. അമ്മേ, അവളെ കൊണ്ടുപോകണ്ട. എന്നിട്ട് അവളെ എനിക്ക് കുത്തുമ്പോ അവൾക്ക് ചിരിക്കാനാണ്, അല്ലാതെ പിന്നെന്തിനാ? കൊണ്ടുപോകണ്ട അമ്മേ. നമ്മള് പോയാലും ഓളെ ഒറ്റക്കല്ലേ കാര്യം. അതാണ് അവളെ കൊണ്ടുപോകാന്ന് വിചാരിച്ച്. അല്ലാതെ തന്നെ സൂചി വെക്കണോള് കാണാൻ വേണ്ടിട്ടല്ല. നിന്നെ സൂചി വെക്കുമ്പോ ഓളെ ഞാൻ അവിടുന്ന് മാറ്റിക്കൊണ്ടിട്ടോ. ഞാൻ മാറുന്നില്ല, ഞാൻ അവിടെ തന്നെ നിൽക്കും. കുറെ ഇപ്പോൾ ഓളെ അഹങ്കാരം കാണാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും ഓളൊന്ന് കരയുടെ കാണണം. ഇനിയെങ്ങാനും നിന്റെ വായ തുറന്ന് എൻ്റെ അടുത്ത് നരമ്പട്ട കിട്ടും നിനക്ക്, പറഞ്ഞേക്കാം.